நாங்கள் வந்து പളനിയിലെ മുരുകനെ കുമ്പിടതുക്ക് അല്ല അങ്ങനെയല്ല, ഞങ്ങൾ പഴനി വന്നേക്കാണ് ഗൈസ്. അതെ ഗൈസ്, ഫോണകത്ത് കയറ്റാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൊഴാൻ പോയപ്പോൾ വ്ലോഗ് എടുത്തില്ല. ആക്ച്വലി ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. യെസ്, വി ആർ ഗോയിങ് ടു ഈറ്റ്. ചായ കുടിക്കാൻ പോകണം. ഫുഡ് എന്ന് പറയാം. വി ആർ ഗോയിങ് ടു ഈറ്റ് ഫുഡ്. സന്ദീപ് അമ്മ, നമ്മളിപ്പോൾ എവിടെയാണ്? ഇപ്പോൾ എവിടെയാണ്? പളനിയിൽ ചായ കുടിക്കാൻ കഴിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ദർശനം സുഖമായിട്ട് പോകാൻ പറ്റി. അണ്ണൻ്റെ വട വരും. വട അണ്ണൻ്റെ വട ഭയങ്കര ഇഷ്ടമാണ്. രഞ്ജിക്ക് വട ഇഷ്ടമാണ്. കന്നഡയൊക്കെ വെച്ചാൽ സെലിബ്രേറ്റ് ആണോ? മുഖത്ത് കുരുവൊക്കെ ഉണ്ടല്ലോ. ആ, താങ്ക് യു. ഫുഡ് എങ്ങനെയുണ്ട് റേഞ്ച്? അല്ലല്ല, ഒരു ഇഡ്ഡലി ഒരു പൂരി. ഏയ് ഇത് കഴിക്കില്ല. ചമ്മന്തി അന്നൊരു പ്ലേറ്റ് വിത്ത് പൂരി. അല്ല ചമ്മന്തി ഇല്ലേ? അണ്ണ വട. അണ്ണ ഒരു വടയും വടയാണോ? ചമ്മന്തി എവിടെയല്ല, അവിടെ. അണ്ണ ഒരു വട കണ്ടോ? അണ്ണന്റെ വട നല്ല ഇതെന്ത് പറയാ? കിഴങ്ങ കട. ഇതെന്ത് കറിയടാ? സാമ്പാറാണോ? കിഴങ്ങറുതോ? നെയ് റോസ്റ്റോ? എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ. பிரமாதமா இருக்கு. தமிழ்ல ஏதாவது சொல்லுங்க. കഴിക്ക് ജോസ് കഴിക്കുക. എങ്ങനെയുണ്ട് വട? എങ്ങനെയുണ്ട് വട? ഇത് പൂരിയല്ലേ? ഞങ്ങൾ എത്ര കഴിച്ചറിയാമോ? 7 വട. വട ഉണ്ടാവും. റൗണ്ട് ചെയ്യാം. 10 ആക്കാം. ബിരിയാണി ചോറ് ഒന്നും വേണ്ട. ഇപ്പൊ 9:30 ആയുള്ളൂ. സമയം 9:30. ഇവന് ഇനി ഉച്ചയ്ക്ക് വേണ്ട, അതാണ്ട് പറഞ്ഞത്. ചിക്കൻ ലൈറ്റായിട്ട് മന്തി വേണ്ടതുണ്ട്. ഒരു ഫുള്ള് മന്തിയോ അല്ലെങ്കിൽ ഒരു ഫുള്ള് ബിരിയാണിയോ. ലൈറ്റായിട്ടുള്ള കുടിക്കാൻ കുമ്പോച്ച മതി. ടീ പറഞ്ഞിരുന്നു ക്യാൻസൽ ചെയ്തു. വേണ്ട എടുക്കണ്ട. വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കോഫി വേണ്ട. ക്യാൻസൽ. വെള്ളം കിട്ടിയാൽ മതി. അണ്ട വട കൊടുക്കണ്ട. എന്നത്തെ നിർത്തേക്ക് അണ്ണം കുടിച്ചോ. ഞാൻ കുടിക്കട്ടോ. ശബ്ദം എടുത്തു. ശബ്ദം വന്നപ്പോ പറഞ്ഞോ. ഞാൻ കുടിച്ചോളൂ. എന്ത് പൊക്കോളൂ. ജൂനിയർ സൈക്കോ തോന്നുന്നു. കിട്ടില്ല മട. മൂന്നെണ്ണൊന്നുമില്ല, 2 പൂരി. എന്റെ ഓർമ്മ എടുത്തോണ്ട് വേണം. അപ്പൊ നീ 3 പൂരി. എന്റെ 3 ഉണ്ടായിരുന്നു. ഓർമ്മ എടുത്തോണ്ടേ. ഇപ്പൊ 2 കഴിച്ചോളൂ. അല്ല 3 എനിക്ക് പറയും. നീ 2 ഇവര് ഈ 2 നീ 2 8 പൂരി. 2 ഇഡ്ഡലി. കണക്ക് കൂട്ടിയപ്പോൾ വട്ടായി പോയത്. വട എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ അണ്ണന്റെ വട. ചൂട് വേണ്ട. പിന്നെ അതിലേ സോറി, നമ്മളിപ്പോ ഫുഡ് കഴിച്ച് നമ്മൾ ഇവിടെ എത്തിയല്ലേ? നമ്മൾ ഫുഡ് കഴിച്ചു, റൂമിലെത്തി, സുഖം. യെസ്.
ലോഡ് ഇറക്കണതാ. അത് ലോഡ് കയറ്റി ഇപ്പൊ അൺലോഡ് ചെയ്യണം. ഇത് ഒരുത്തൻ കണ്ടോ? ഒരുത്തൻ ഓഫായി. ഇത് ഷട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരവണ അരവണയോ പഞ്ചാമൃതം. അപ്പൊ ശരവണ എത്ര മൃതം വെച്ചിട്ടുണ്ടാകണേ? ശരവണ എന്താ അതിന്റെ പേര്? അരവണ. എനിക്ക് അങ്ങനെ ഉണ്ടാകണേ എത്ര എണ്ണം? 3 ആണെങ്കിൽ ഇപ്പൊ എന്താ പറയണേ? 3 അരവണയിൽ അരി ശർക്കര വൈകിട്ട് 7 മണിയാകുമ്പോൾ നമ്മൾ എത്തും. 7 മണി എത്തില്ല, 8 മണിയാവും. മന്തി കഴിക്കണം. മന്തി ലാസ്റ്റ് ഒരു മന്തി ഞാൻ കഴിക്കില്ല. നീ കഴിക്കാത്ത? എനിക്ക് പനി എലിപ്പനി ആണെന്ന് ഡോക്ടർക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വെച്ചോണ്ടിങ്ങനെ ടെസ്റ്റ് ചെയ്തു. പാസ്സായോ? പാസ്സായി. നെഗറ്റീവാണ്. എന്നിട്ട് ഞാൻ 250 കിലോമീറ്റർ താണ്ടി എന്റെ വടിവേലനെ കാണാൻ പളനിക്കെത്തി. പളനിക്ക് വീഡിയോ ഒക്കെ എടുത്തേക്കണോ? പുള്ളി എങ്ങനെ വന്നേന്ന് കാണാം. ബാക്കിൽ അട്ടിട്ടേക്ക് ഒരു തലവണ എന്റെ തലവണ ഇതാ പോവാന്റെ തലവണ കൊണ്ടുവന്നു പുറകില് സുഖം. നമ്മളങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു, എല്ലാരും എടുത്തു. അപ്പൊ അമ്മ പോവല്ലേ? നമ്മളങ്ങനെ എടുത്തരല്ലോ. ഫോട്ടോ പറ്റില്ല. സ്പീഡ് എന്തിരൻ എന്തിരമാമ എടാ ഒന്ന് വന്നേടാന്ന്. അയ്യോ അടിക്കില്ലേ. ചക്കര അടിച്ചു. അത് കൂട്ടണമെന്നില്ലടാ. ആ സ്വിച്ച് ഓഫ് ആക്കിയ ബാബു, ആ സ്വിച്ച് ഓഫ് ആക്ക്. പോലെ പങ്കജം ചെക്കൗട്ട്. ഗൈസ്, അപ്പൊ നമ്മള് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നമ്മളിപ്പോ പോകാൻ പോണത് കൊല്ലംകോടാണ്. കൊല്ലംകോട് എന്താ പരിപാടി? കുടിക്കാൻ വേണ്ടി പോണം. പാലക്കാട് കൊല്ലംകോടേക്കാണ് നമ്മൾ പോകുന്നത്. റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. സമയം ഏകദേശം 11 മണിയോട് കൂടിയാണ് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തത്. ബാക്കിയൊക്കെ കൊല്ലംകോട് ചെന്നിട്ട് അത് ഇതിനകത്ത വരികയല്ലേ? ബെൽറ്റിന്റെ ബെയറിംഗ് ഞങ്ങളുടെ വണ്ടിയുടെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്താ ബെൽറ്റിന്റെ ബെയറിംഗ് കംപ്ലൈന്റ്. അതെ, ബെൽറ്റിന്റെ ബെയറിംഗ് കംപ്ലൈന്റ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങളത് ശരിയാക്കാനുള്ള തത്രപ്പാടിലാണ്. അതെ, അടുത്ത വർഷത്തിലേക്ക് പോകാം. അങ്ങനെ അവസാന സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ ചേട്ടൻ, കുട്ടപ്പൻ പ്രൊപ്പറേറ്റർ. അങ്ങനെ വണ്ടിക്കൊരു ഉചിതമായ സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ജിനോ ഹാപ്പിയായി, വിളിച്ചിട്ട് ഡബിൾ ഹാപ്പിയായി. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോകാം. 1 മണിക്കൂറാവും എന്നാണ് പറഞ്ഞത്. 1 മണിക്കൂറോ? 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. യെസ്, 1 മണിക്കൂർ കൊണ്ട് ഫുഡ് കഴിക്കാൻ പോകണം.
യെസ്, അങ്ങനെ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് വരും. നമുക്കങ്ങനെ സൊല്യൂഷൻ കിട്ടി. വിജയ് ഭവൻ. Come on, you? Is it you? Yeah, man. Is it you? Yeah. Shall we go? Okay. Shall we go? Hey? Oh, come on. അവനത് മാത്രം അറിയൂ. അങ്ങനെ എല്ലാം സെറ്റ്. അപ്പൊ സന്തോഷ സമാധാനം. കിട്ടിയിട്ടില്ല, സാധനം പൊള്ളാച്ചിന്ന് വന്നു. 1 മണിക്കൂറിൽ സാധനം എത്തൂലേ? പൊള്ളാച്ചി വിളിച്ചിട്ട് പൊള്ളാച്ചിയിൽ വിളിച്ചപ്പോ മറ്റേ പുള്ളി ഇല്ലാന്ന് പറഞ്ഞു. ഓ ഗൈസ്, അപ്പൊ സൊല്യൂഷൻ ആയിട്ടില്ല അല്ലേ? സൊല്യൂഷൻ ആവണമെങ്കിൽ നമ്മൾ പൊള്ളാച്ചിന്ന് സാധനം വിളിക്കണം. കിട്ടുമെന്നാണ് പുള്ളി പറയണേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാണ്ട് 100 മീറ്റർ താണ്ടി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. വണ്ടി അവിടെ പണിയാൻ പറ്റും. പണിതുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പണിയുന്നത് പ്രൊപ്പറേറ്റർ കുട്ടപ്പൻ. തോട്ടക്കുട്ടൻ. എന്ത് ഫുഡാ പറഞ്ഞേക്കണേ? ബിരിയാണി. ഓ, തൈര് സാദം. ബിരിയാണി നല്ല മാങ്ങാച്ചാറാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കനില്ലേ? പപ്പടം ഒരു പീസുണ്ടോ? 9 പീസ് തരാം നിനക്ക്. ചിക്കൻ ഫ്രൈ വേണോ? ഇതൊന്ന് അമേരിക്കൻ ബിരിയാണി. അങ്ങനെയാണ് ഇതിൻ്റെ പേര്. എന്താ പേര്? കളർ കണ്ടിട്ട് തന്നെ തിന്നാൻ തോന്നുന്നു. തിന്നണ്ട. കഴിക്കണ നീ കഴിക്കും. ഇത് വായിലേക്ക് വെക്കും. എടുത്തോ. പെട്ടെന്ന് അവിടെ ചെയ്യണ്ടവൻ. എങ്ങനെയുണ്ട് ഫുഡ് കഴിക്കണ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പെണ്ടില്ല. പണിയെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധനം വന്നു. സമയം ഏകദേശം 4:30. നമ്മളിവിടെ എപ്പോഴും വന്നേ 1:15 വന്നു. 4:30 സാധനം കിട്ടി. ജില്ലെല്ലാം കിട്ടി. സെറ്റ് ചെയ്തോണ്ടിരിക്കാം. അങ്ങനെ വരും. ഒന്നും പറയില്ല. കുട്ടപ്പൻ ചന്ദ്രൻ, അങ്ങനെയാണ് ചേട്ടൻ്റെ പേര്. എന്താണ് പേര്? കുട്ടപ്പൻ. തോട്ടക്കുട്ടൻ. എത്ര സമയം എടുത്തല്ല? ഇപ്പൊ സമയം 6 മണി 6:15 ആവണം. നമ്മൾ 1:15 ഇവിടെ വന്ന. സുനിൽ കുട്ടപ്പൻ. വഴിയാണെന്ന് പറഞ്ഞത്. ഇതിന്റെ ഓപ്പോസിറ്റ് കൊല്ലംകോട് പോയ പോലെ. എനിക്ക് മുളക് വേണ്ട. വീണ്ടും സന്ധിക്ക് വരേക്കും. ഓക്കെ എന്നാ ബൈ. കൊല്ലങ്കോട് കുളത്തിലെത്തിയിരിക്കുന്നു. കൊല്ലങ്കോട്
കൊല്ലങ്കോട് കുളേഷ്. കൊല്ലംകോട് കുളിക്കാൻ വന്നിരിക്കുകയാണ്. തോർത്തുടിക്കാലോ. ഇവിടെ ഇവിടെ നിക്കണല്ലോ അവിടെ. ഇപ്പൊ തള്ളിയിടുന്നല്ല അവന്റെ മുണ്ടൂരി കഴിഞ്ഞപ്പോ. തണുപ്പുണ്ടോ? 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 തണുപ്പിൽ ഐസ് പോലെ വിറക്കണാണപ്പോ തന്നെ. തണുപ്പില്ലെന്ന് ചാടം. എന്നാ കുളിച്ച് കയറിക്കോ. മണിയും കൈയും കാലൊക്കെ ഒരുമിച്ച് അടിച്ചു. ചാടിക്കോ. ഇത് അർജന്റീനയല്ല, ഇത് പ്രിക്കാടി. അർജന്റൈൻ പ്രിക്കാടി. കറക്റ്റ് സമയത്ത് നീ ഇന്റർസെപ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ കൊല്ലങ്കോട് കഴിഞ്ഞു. യെസ്, കൊല്ലങ്കോട് കഴിഞ്ഞു. വീട്ടിലേക്ക് ഏകദേശം 1.5 മണിക്കൂർ കൂടി ഉണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പഴനി ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു. ചോളം, സാൻഡ് ചെയ്യുന്ന ചോളം. അപ്പോൾ നമ്മളങ്ങനെ പഴനി ട്രിപ്പ് അവസാനിച്ച് തിരികെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇനി നേരെ വീട് സുഖം ഉറക്കം. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച ഡിനോ ബാബുവിനും ബാക്കി സംഘാട പ്രവർത്തകർക്കും നന്ദി, നമസ്കാരം അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.